സ്പൈഡർമാൻ 4 റിലേറ്റഡ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. 2026 ജൂലൈ 24 സിനിമ റിലീസ് ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. സംഭവം വേറൊന്നുമല്ല, സിനിമ ഡിലേ ആകും എന്നാണ് പറയുന്നത്. കാര്യം ഇപ്പോൾ ഉള്ള സ്ക്രിപ്റ്റിൽ സാറ്റിസ്ഫൈഡ് അല്ല. അതുകൊണ്ട് സിനിമയുടെ ആ ഒരു സ്ക്രിപ്റ്റ് ഒന്ന് റീറൈറ്റ് ചെയ്യാനായിട്ടാണ് സോണിയും മാർവലും കൂടെ തീരുമാനിച്ചിട്ടുള്ളത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു നോ വേ ഹോമിൻ്റെ സക്സസ് ഉണ്ടല്ലോ, ആ ഒരു സക്സസിനോടെ നിൽക്കുന്ന ഒരു സിനിമ വേണം അവർക്ക്. ഇപ്പം ഈ ഒരു സ്പൈഡർമാൻ ഉണ്ട്, അത് തന്നെയാണ് ഫാൻസും ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പം അത്രയും വലിയൊരു സക്സസ് ഉള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് നല്ലൊരു സ്ക്രിപ്റ്റ് വേണം. ഓൾറെഡി ഈ ഒരു സിനിമ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പ്ലാൻ ചെയ്തത്. അതിപ്പം ഈ സീക്രട്ട് വാർ ഡൂംസ്ഡേ വന്ന സമയത്ത് സ്റ്റോറി മൊത്തത്തിൽ, അതായത് മാർവലിൻ്റെ ആ ഒരു ഫ്യൂച്ചറെ മൊത്തത്തിലൊന്ന് റീറൈറ്റ് ചെയ്യേണ്ട ആവശ്യം വന്നു. അപ്പോൾ ഈ ഒരു സിനിമയും റീറൈറ്റ് ചെയ്യണം, മൾട്ടിവേഴ്സ് സിനിമയായിരിക്കും എന്ന് പറയുന്നുണ്ട്. ഇത് നോ വേ ഹോമിലെ ആ ഒരു ക്യാരക്ടേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഡെഡ്പൂൾ ആൻഡ് വൂൾവറിൻ്റെ ആ ഒരു കൊളാബ് സാധനങ്ങൾ വരുന്നുണ്ട്, വെനം വരുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വലിയൊരു സിനിമയാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഉള്ള സ്ക്രിപ്റ്റ് അത്രയും വലിയ സിനിമയൊന്നും അല്ലെന്നാണ് പറയുന്നത്. സംഭവം മൾട്ടിവേഴ്സ് സിനിമയൊക്കെ ആണെന്നാണ് പറയുന്നത്. ഇപ്പോൾ പറഞ്ഞിരുന്നത് ഡൂംസ്ഡേയുടെയും സീക്രട്ട് വാറിൻ്റെ ഇടയ്ക്കാണ് ഈ സിനിമ വരുന്നതെന്നാണ്. അപ്പം ഇനിയിപ്പോൾ ഡിലേ ആകുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഡൂംസ്ഡേയും സീക്രട്ട് വാറും കഴിഞ്ഞിട്ട് സിനിമ വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സിനിമ ഡിലേ ആകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് അല്ലെങ്കിൽ ഇവർ ഈ ധൃതി വെച്ച് സിനിമ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ സക്സസ് ഒന്നും ആവണത്, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെച്ച് എവിടെയെങ്കിലുമൊക്കെ പാടും. അതിനും നല്ലത് ഓക്കെ, നല്ലൊരു സ്റ്റോറി എഴുതിയിട്ട്, ഇപ്പോൾ ഉള്ള സ്റ്റോറി പോകാനെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റോറി എഴുതിയിട്ട് നല്ലൊരു സിനിമയായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും, വലിയൊരു സിനിമയായിട്ട് റിലീസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇനി അറിയില്ല, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ സിനിമ ഡിലേ ആകും.